ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമന്നയിൽ ഞാൻ കൊടുത്തേക്കുന്നത് കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമൻ്റ് ആയിട്ട് ഇടുന്നുണ്ട്, മെസ്സേജ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം അവർക്കും പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് പറയണമെന്ന് തോന്നി. കാരണം അത് നമുക്ക് അയക്കുന്ന മെസ്സേജിലൂടെ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം ആരെങ്കിലും കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രതിസന്ധികളിലും ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം ഞാനും ഇതുപോലെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് ഒരിക്കലും നമ്മുടെ കുറ്റം കൊണ്ടല്ല. നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മൊത്തം എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണമായിരിക്കും നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അങ്ങനെ അറിയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറ്റാത്ത എന്നുള്ള കാര്യം അത് നമുക്ക് പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ഡിവോഷണൽ സോങ്സ്, ഈശോയുടെ പാട്ടുകളൊക്കെ അങ്ങനെ കേൾക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് മിക്കവാറും തന്നെ സാഡസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആയിരിക്കും ഞാൻ കേൾക്കുക. അപ്പം ആ പാട്ടുകളിൽ ഒരുപാട് വേർഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ആ വേർഡിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ടാവും. നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷനായിരിക്കും ആ പാട്ടിനകത്തൊക്കെ ഉണ്ടാവുക. ആ പാട്ടായിട്ടല്ല, അതിനകത്ത് നമ്മൾ ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഒന്ന് കുറച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ആശ്വാസം കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മൾ തകർന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സുകൊണ്ട് ഒന്ന് ശ്രമിക്കണം. എങ്ങനെയെങ്കിലും എൻ്റെ ഈശോ നിയോഗത്തിൻ്റെ കാര്യം മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം എന്നെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഒരു വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകൾ, നമ്മൾ അറിഞ്ഞും അറിയാതെ ഒക്കെ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പം അത് കുമ്പസാരത്തിലൂടെ നമുക്കത് ഏറ്റുപറഞ്ഞ് നമുക്ക് ആ പാപമോചനം നേടാനായിട്ട് സാധിക്കും. അല്ലാത്തവര് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കത് അറിയത്തില്ല. അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ഉള്ളിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ തെറ്റ് അവർ ചെയ്തു പോയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് അവർ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഈശോയുടെ മുന്നിൽ പോയി നിന്നിട്ട്, ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിലോ തന്നെ ഒരിടത്ത് പോയി നിന്നിട്ട് രൂപത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ അവർ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നും പറഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ആ പേപ്പർ അവർ ഡിസ്പോസ് ചെയ്ത് കളയും, കീറി കളയോ കത്തിച്ച് കളയോ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ റിയാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയും ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും വിശുദ്ധീകരിച്ച് കളങ്കമില്ലാത്ത ഹൃദയത്തോടു കൂടി നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം ആ ഒരു തക്ക സമയത്ത്, ഈശോയ്ക്കൊരു സമയമുണ്ട്, ആ സമയത്ത് നമുക്കതിനുള്ള ആൻസർ എന്തായാലും കിട്ടും. അതൊന്ന് വിശ്വസിച്ച് ഇരുന്നാൽ മതി. അല്ലാതെ നമ്മൾ ഇന്ന് ഇത് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ച് നിയോഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കാതെ കുറച്ച് ഈശോയായിട്ട് അടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിപ്പം അങ്ങനെ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലാണ്, ആ ഒരു പാത്ത് വേയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും എന്നും പറഞ്ഞ് നമ്മൾ ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ നമ്മൾ ആ പ്രശ്നത്തിന്, പ്രതിസന്ധികൾക്ക് നമ്മൾ പ്രാർത്ഥനയിലൂടെ കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോയുടെ അടുത്ത് നമുക്ക് ക്ഷമ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്തു പോയി, അത് എൻ്റെ സൈഡിലുള്ളൊരു മിസ്റ്റേക്കാണ്, അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അങ്ങനെ ചെയ്തു പോയി, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് മുന്നോട്ട് പോകണം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ മനുഷ്യന്മാരാണ്, അറിയാം. ഞാനും മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. തെറ്റുകളും ബലഹീനതകളും കുറവുകളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അത് ദൈവത്തിന് അറിയാമല്ലോ. നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് സൃഷ്ടിച്ച ദൈവത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് കുറവുകളും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റുമെന്നൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ അതൊന്ന് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ചൊന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈശോ അനുഭവിച്ച അത്രയും നമ്മൾ അനുഭവിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ല എന്നല്ല, അങ്ങനെയില്ല. ഈശോ അനുഭവിച്ചതിൻ്റെ ഒരു പകുതി പോലും നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നില്ല. ചിലപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സഹനമായിട്ടും കഠിനമായിട്ടും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈശോ, ആ മനുഷ്യനായി അവതരിച്ച ആ ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടിയിട്ട്, പാപികളായ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ, ആരോടും ഒരു ശത്രുതയും വെച്ച് പുലർത്താതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട്, പാപികളായ നമുക്ക് വേണ്ടിയിട്ട് ഈശോ മരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു. അതൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളൊന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ 33 വർഷമാണ് ഈശോ ഭൂമിയിൽ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈശോയ്ക്ക് കുരിശ് മരണമൊക്കെ ഉണ്ടായതും. പിന്നെ ദൈവം അവിടെ അത്രയും എന്താ പറഞ്ഞ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പറഞ്ഞു. അത് മാത്രം റിക്വസ്റ്റ് ആയിട്ട് ഈശോ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്കങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ഹിതം ഈശോയുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും നമുക്കും അങ്ങനെ ഒരു ഉയർപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യന്മാർക്ക് ഒരുപാട് ബലഹീനതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊന്നും എന്താ പറയുക, അങ്ങനെയൊന്നും സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഈശോയുടെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് എന്നിട്ട് നമ്മുടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആ ഒരു സഹനം എത്രത്തോളം ആണെന്ന്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും സഹനം മാത്രമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. കാരണം അത്രയും സഹനം പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷെ അത് ഈശോയ്ക്ക് അറിയാം, ഞാൻ നിനക്ക് തരുന്ന സഹനം, ഇത്ര ചെറിയ സഹനം പോലും നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഈശോ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാൻ സഹിച്ചതോ, അതും ഒരു മനുഷ്യൻ തന്നെയാണ്, മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനായിട്ട് തന്നെ കുരിശിൽ മരിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നമ്മളും അതുപോലെ ഒരു മനുഷ്യനാണ്. അന്നത്തെ കാലത്ത് ഈശോ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ വിശദീകരണം അത് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിലോ, അല്ല നമ്മുടെ ഉള്ളിൽ അസൂയ, അഹങ്കാരം, എന്താ പറയുക, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തീർക്കേണ്ടത് ഭയങ്കര ഒരു കാര്യമാണ്. ഈശോ പറയുന്നുണ്ട്, ബലിയർപ്പിക്കാൻ വരുമ്പം ആദ്യം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സഹോദരനോട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് പിന്നെ ബലിയർപ്പിക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പം എന്താ, അവിടെ ആ രമ്യതക്കുറവുള്ളത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് പല പല വഴികളിൽ നിന്ന് വരും. പൈശാചികമായിട്ടുള്ള രീതികളിൽ നിന്ന് വരും. അതുപോലെ ഈശോ എന്തെങ്കിലും ഇപ്പം നമുക്ക് ഈശോ തരുന്ന ആ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈശോ തരാനായിട്ട് ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കത് അതിലെന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പം അത് തരാതെ പിന്നത്തേക്ക് അത് മാറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ആരും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. എല്ലാം നമ്മുടെ കയ്യിലല്ല ഒന്നും.
നിൽക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവം നമുക്കൊരു എന്താ പറയുക അവളെ ഒന്ന് സഹായിച്ചാൽ അവള് മുന്നോട്ടും ഉള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഈശോയ്ക്ക് തോന്നണം. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് ഇഷ്ടക്കേടും കാണിച്ച് വഴക്കുണ്ടാക്കി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലാതായി പോകും. അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ കമൻസ് ഒക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എത്രത്തോളം ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല, പിന്നെന്താ ഇത്രയും പ്രതിസന്ധികളൊക്കെ വലിഞ്ഞു മുറുകിയിരിക്കുക, എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല, ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുക. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് മെസ്സേജിലൂടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം എല്ലാവർക്കും അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നത് പോലും എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും ബലഹീനയായിട്ടുള്ള, അത്രയും കുറവുകളുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള അത്രയും പ്രാപ്തിയോ അല്ലെങ്കിൽ യോഗ്യതയോ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു എല്ലാവർക്കും കേൾക്കുന്നവർക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും നീരസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കൊരാശ്വാസം ഏകുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഒരു ഹെൽപ്പാവും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നെ നിങ്ങൾ യൂട്യൂബിൽ കൂടെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെ ആരെയും പേഴ്സണലി അറിയത്തില്ല. ഇങ്ങനെ മെസ്സേജ് അയച്ച ആ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ ചിലപ്പോൾ എന്നെ നിയോഗിച്ചതായിരിക്കാം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും ദൈവം കറക്റ്റ് സമയത്ത് നിറവേറ്റി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷമിക്കുകയൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട. എല്ലാവർക്കും എന്താ പറയുക, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നാളത്തെ ദിനം അതിനെപ്പറ്റി തന്നെ ആകുലപ്പെട്ടുകൊള്ളും എന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഒത്തിരി ലാഗാക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സങ്കടമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, അതായത് എന്നോട് സംസാരിക്കുന്നവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകണമെന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് വചനങ്ങൾ നമുക്ക് കേൾക്കാം, ഒരുപാട് കാര്യങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ആണെങ്കിലും ടോക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇപ്പം കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ടോക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കി, അതുപോലും കാണാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡൗൺ ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും രീതിയിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് വരുവാണെങ്കിൽ, ആ ഒരു പ്രതിസന്ധിയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് വരുവാണെങ്കിൽ അത് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ഹെൽപ്പ് തന്നെ ആയിരിക്കും അത്. അപ്പം ഒന്ന് എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ശരിയാവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ ആത്മാവിൻ്റെയും സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് അല്ലെങ്കിൽ നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനോട് ആർക്കെങ്കിലും, മീൻസ് ഞാൻ ഈ സംസാരിച്ച കാര്യം ആർക്കെങ്കിലും ആശ്വാസമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു റിലീഫ്, ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കൊരു ഓക്കെ ആയി തോന്നി, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.